എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മളിൽ ഏതാണ്ട് 80% പേരും EMI എടുത്തവരായിരിക്കും. അതായത് വിവിധ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, ഉദാഹരണത്തിന് ലാപ്ടോപ്പ്, അതേപോലെ വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ആശ്രയിക്കുന്നത് EMI തന്നെയാണ്. EMI ഒരു തരത്തിൽ നോക്കിയാൽ വളരെ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു സൗകര്യം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം വലിയ ഭീമമായ തുക നമുക്ക് നഷ്ടമായേക്കാവുന്ന ഒരു വിഷയമാണ് EMI. അപ്പോൾ EMI എടുത്തവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം, എനിക്ക് തന്നെ ഒന്ന് രണ്ട് മോശം അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം ഞാൻ ഈ ബാങ്കുമായും അതുപോലെ അതായത് എൻ്റെ സേവിങ്സ് ബാങ്കുമായും EMI എടുത്ത പ്രൈവറ്റ് ബാങ്കുമായും സംസാരിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ EMI എടുക്കുന്ന സമയത്ത് ECS അഥവാ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് നമ്മൾ ഇതിൽ സൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സേവിങ്സ് ബാങ്കിലുള്ള അതേ സിഗ്നേച്ചർ തന്നെയായിരിക്കണം ഇതിലും കൊടുക്കേണ്ടത്. നമ്മൾ സിഗ്നേച്ചർ ഒന്ന് തന്നെയാണെങ്കിലും ചെറിയ സൈൻ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ECS പോയി കഴിഞ്ഞാൽ ഈ സിഗ്നേച്ചറിൻ്റെ വിഷയം കൊണ്ടും അത് റിട്ടേൺ ആയി വരാം. അപ്പോഴും നമ്മൾ ഫൈന് കൊടുക്കേണ്ടി വരും. ഫൈന് എന്ന് പറയുന്നത് ഒരു ഭീമമായ തുക തന്നെയാണ്. അതായത് ഒരു പ്രാവശ്യം റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഏതാണ്ട് 500 രൂപ മുതൽ പിന്നെ അങ്ങോട്ട് ഫൈന് വരും. അതേപോലെ തന്നെ നമ്മുടെ സേവിങ്സ് ബാങ്കിൻ്റെ ലേക്ക് കൊടുക്കേണ്ട തുക വേറെയും വരും. EMI റിലേറ്റഡായി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. എങ്കിൽ പ്രിയ സുഹൃത്തുക്കൾക്ക് കൂടുതൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കാൻ വേണ്ടി EMI എടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ സേവിങ്സ് ബാങ്കിൽ ഞാൻ കൃത്യമായി 1-2 ദിവസം മുൻപ് ആ തുക നിക്ഷേപിക്കാറുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സാധാരണ രീതിയിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. പക്ഷേ ECS വർക്കാവുന്ന ആ ദിവസം, അതായത് EMI ആയി തുക ബാങ്ക് പിൻവലിക്കുന്ന ദിവസം എൻ്റെ അക്കൗണ്ടിൽ ചെറിയൊരു തുകയുടെ കുറവ് വന്നു. അത് വരാൻ കാരണം, നമ്മൾ സാധാരണ സേവിങ്സ് ബാങ്കിൽ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ചെറിയ സർവീസ് ചാർജൊക്കെ പിടിക്കും. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ATMൻ്റെ ഒക്കെ ചാർജ് പിടിക്കും. അങ്ങനെയുള്ള ഒരു ചാർജ് എൻ്റെ ബാങ്കിൽ നിന്നും പിൻവലിച്ചിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, EMI റിലേറ്റഡായി നമ്മളൊരു തുക നിക്ഷേപിക്കുമ്പോൾ ഒരു മിനിമം ഒരു 500 രൂപയെങ്കിലും അധികം നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അന്ന് ഏതാണ്ട് 1000 അടുത്ത തുക എക്സ്ട്രാ ചിലവഴിക്കേണ്ടി വന്നു. അതായത് വെറുതെ 1000 രൂപ, 1000-ഓളം രൂപ വെറുതെ നഷ്ടപ്പെട്ടു. അത് സുഹൃത്തുക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ECS റിലേറ്റഡായി സൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ സൈൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു സേവിങ്സ് ബാങ്ക് മുഖാന്തരമായിരിക്കുമല്ലോ അത് EMI ആയി ബാങ്ക് തുക പിൻവലിക്കുന്നത്. ആ സേവിങ്സ് ബാങ്കിൽ ഒരു മിനിമം 500 രൂപയെങ്കിലും അധികം നിക്ഷേപിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പോരായ്മ വന്ന് ബൗൺസായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ EMI തെറ്റി മറ്റൊരു ദിവസത്തേക്കായി കഴിഞ്ഞാൽ ഭീമമായൊരു തുക തന്നെയാണ് നമ്മൾ വെറുതെ പാഴാക്കേണ്ടി വരിക. ഇനി ആദ്യം ബൗൺസായി വീണ്ടും അത് ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഈ ECS ക്ലിയറിങ്ങിന് വന്ന് വീണ്ടും ബൗൺസായി കഴിഞ്ഞാൽ ഫൈൻ പിന്നെയും കൂടും. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത് ഒരുപാട് ദിവസം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത് ബൗൺസായി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭീമമായൊരു തുകയായിരിക്കും വരിക. അപ്പോൾ EMI എടുക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ദൂഷ്യവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. സൗകര്യപ്രദമായൊരു കാര്യമാണ്, എന്നിരുന്നാലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദൂഷ്യവശങ്ങളും നമ്മൾ
മനസ്സിലാക്കണം. ഇത് മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു ഫൈൻ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല, അത് അടക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പരിഹാരം ആയി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. ഇത് എത്ര പലിശ വരുന്നുണ്ട്, ഏത് രീതിയിലാണ് പലിശ വരുന്നത്, ഇത്ര വർഷം കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും എന്നൊക്കെ നമ്മൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയി ആ ആവേശത്തിൽ ഒന്നും നോക്കാതെ സൈൻ ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ സൈൻ ചെയ്യുക. ചില പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഭീമമായ പലിശയൊക്കെ എഴുതും. അപ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ EMI സൗകര്യം ഉപയോഗപ്പെടുത്തുക. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ECS മാനേജ് ചെയ്യുന്നത് നാഷണൽ ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് ഹൗസ് ആണ്. ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് NPC ആണ്. അതായത് നമ്മുടെ റൂപേ ഒക്കെ മാനേജ് ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപനമാണിത്. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം ഹോളിഡേയ്സിലും ഈ ECS വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ EMI ദിവസം, അതായത് പണം EMI ആയി നൽകുന്ന ദിവസം ഹോളിഡേ ആണെങ്കിലും അതിൻ്റെ 1-2 ദിവസം മുൻപ് തന്നെ നമ്മുടെ ബാങ്കിൽ കൃത്യമായ രീതിയിൽ തുക നിക്ഷേപിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ EMI ബാങ്ക് ത്രൂ അല്ലാതെ നേരിട്ട് പോയി അടക്കേണ്ട ഒരു വിഷയം വന്നാൽ പരമാവധി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അതായത് ബാങ്ക് ത്രൂ തന്നെ നമ്മുടെ EMI പിൻവലിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് ചില സുഹൃത്തുക്കൾക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരിട്ട് തുക അടച്ചതിന് ശേഷവും ഓട്ടോമാറ്റിക്കായി വീണ്ടും നമ്മുടെ ബാങ്ക് ത്രൂ വീണ്ടും ആ മന്ത് തന്നെ പണം പിൻവലിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നൂലാമാലയാണ്. അതുകൊണ്ട് പരമാവധി ബാങ്ക് ത്രൂ തന്നെ EMI കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്ത ഈ വീഡിയോ ഈ ആധികാരികമായി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല ചെയ്തത്. എനിക്കുണ്ടായ 1-2 അനുഭവങ്ങൾ കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.